ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങ് ജർമ്മനിയിൽ ഒരു കിടുക്കാച്ചി അച്ചാറിന്റെ റെസിപ്പി ലൈവായി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാടൻ അച്ചാറിനെ വെല്ലുന്നൊരു ജർമ്മൻ വേർഷൻ. അപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. പണ്ട് ഓണക്കാലത്ത് വീട്ടിൽ തന്നെ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് അച്ചാറിടുന്ന ഒരു പതിവായിരുന്നു. ഇന്നും പലരും സ്വന്തം കൈപുണ്യത്തോടെ തയ്യാറാക്കുന്ന അച്ചാറാണ് സദ്യയിൽ വിളമ്പുന്നത്. ഇന്ന് നമ്മൾ പാകം ചെയ്യുന്ന സ്പെഷ്യൽ അച്ചാറിന്റെ സൂപ്പർ ഹീറോ മാങ്ങയും ഹീറോയിൻ ക്യാരറ്റുമാണ്. കളർഫുൾ ആയിട്ടുണ്ടല്ലേ? രണ്ടുപേരുടെയും കോമ്പിനേഷൻ പൊളിയാണ് കേട്ടോ. വേണ്ട സാധനങ്ങൾ: മാങ്ങ, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വിനാഗിരി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, കായപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. പക്ഷെ രുചിയിൽ നമ്മുടെ നാടൻ അച്ചാറിനെ വെല്ലും. ക്യാരറ്റ്, മാങ്ങ ഇവ നന്നായി കഴുകി തുടച്ച ശേഷം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നീട് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, മാങ്ങ ആവശ്യത്തിന് ഉപ്പിട്ട് 24 മണിക്കൂർ നന്നായി യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാം. ഒരു പാനിൽ കുറച്ച് കടുകും ഉലുവയും നന്നായി ചൂടാക്കി കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അത് വാങ്ങി കടുകും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നീട് പാനിൽ നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടാൻ മറക്കല്ലേ. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാത്തത്. അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്കിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ അച്ചാറിൽ എരിവിനായിട്ട് മുളകുപൊടി നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് കുറെ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാം കൂടി മൂത്ത് വന്ന ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. ശേഷം അര ഗ്ലാസ് തിളച്ച വെള്ളം, മാങ്ങയുടെ പുളിക്കനുസരിച്ച് വിനാഗിരിയും ചേർത്ത് ഇളക്കുക. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് വിനാഗിരി മതിയാകും. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. ഈ കൂട്ട് തിളച്ചു വരുമ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിശ്രിതം പാനിലേക്ക് പകരുക. പാൻ ചെറുതായതാണോ അതോ അച്ചാർ കൂടിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് ടങ്ങ് വേവിക്കണ്ട കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് കടുകും ഉലുവ കൂടി പൊടിച്ചത് അച്ചാറിലേക്ക് ഇട്ട് ഇളക്കുക. ഈ അച്ചാറിന്റെ വെള്ളത്തിലാണ് രുചി നോക്കേണ്ടത്. ഉപ്പ് ഒരു പൊടിക്ക് വെള്ളത്തിൽ കൂടി നിന്നാലും കുഴപ്പമില്ല. അപ്പൊ കണ്ടോ, നമ്മുടെ ജർമ്മൻ അച്ചാർ റെഡി. ഇനി തണുത്ത് കഴിഞ്ഞ് വായു കിടക്കാത്ത കുപ്പികളിലാക്കി സൂക്ഷിക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉപയോഗിച്ചും തുടങ്ങാം കേട്ടോ. അപ്പൊ ഈ ഓണത്തിന് എന്റെ വക എല്ലാവർക്കും ഈ അച്ചാർ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ച്യൂസ്.